നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചു കളയുന്നല്ലേ? ക്ഷമിക്കാൻ നിരത്തിലാവണ്ടേ അവന്റെ പോക്ക്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര കണക്കാക്കൂ ഞാൻ. നിങ്ങളൊന്നും മിണ്ടല്ലേ? ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. പ്രായം ഇത്രയായി. ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട, മനസ്സിലായോടി? Ding dong, oh baby sing the song. Ding dong, oh baby sing the song. आज की शाम का प्यार के नाम का ला 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 ला. Ding dong, oh baby sing the song. आज की शाम का प्यार के नाम का ला 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 ला. जब 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 ആ കാലൊക്കെ സൂക്ഷിച്ച്. 22.6. അത് എത്രയാണ്? 12.4. ആ ടേപ്പ് ശരിക്കും പിടിക്കേ. നമസ്കാരം. അല്ല, ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ? വെറുതെ. മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയി തടിക്ക് ഒരു കുറവില്ല. ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും, ഇല്ല കുഞ്ഞമ്മതെ? അതെ അതെ. പിന്നെ ഞാൻ വന്നത്, കുഞ്ഞമ്മ അന്നൊരു കാര്യമെന്ന് പറഞ്ഞിരുന്നു. ആചാരുടെ പുതിയ കാറിനൊരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആ വണ്ടിയിൽ ഇപ്പൊ ആളായില്ലോ. മാത്രമല്ല, നിങ്ങളുടെ മക്കൾ സമ്മതിക്കുമോ? അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു. അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര്യ വിചാരിച്ചാ എവിടെയെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും. കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും. എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട. എന്താ അത് അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ. എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ. അത് മാത്രല്ല, വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കാര്യം പറ. അത് കാട്ടിന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ മനക്കരുത്ത് വേണം, പിടിച്ചു പോയാൽ അകത്താവും. കാശ് കിട്ടുമല്ലോ? കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ. സാരമില്ല, ഞാൻ റെഡിയാ ആചാര്യ. എപ്പോഴാ വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണേട്ടനും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. ആ, എന്നാ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? 5 മണി കഴിയും. ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശമാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ ബികാമും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് കിണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തെമ്മാടിത്തരമാണെങ്കിൽ ആ തെമ്മാടിത്തരം ഇനിയും ഞാൻ ചെയ്യും. ചേട്ടനൊരു കാര്യം ചെയ്യും. അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 അടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കിപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ, അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു പറയടാ. പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തോ പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത്, അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.
ആചാര് വനത്തിൽ നിന്ന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തടിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടുണ്ടേ മോനെ. ഇപ്പൊ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ. ശിവൻ എന്ത് പറയുന്നു? മുരളേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. ആ, ഇതാരാ? മുരളിയോ? വരും മോനെ, ഇരിക്കൂ. ഇരിക്കുന്നില്ല അമ്മയുടെ കുറച്ച് തിരക്കുണ്ട്. 10:30 വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവുക. ഇന്ദു എവിടെ? എന്തോ എന്തെത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്? ഉറപ്പ് പറയാറായിട്ടില്ല. എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്? വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല. നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം. അപ്പൊ വീട് പണിയോ? ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ട് ഇപ്പൊ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളി? അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വല്യമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. ആ, പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമൻ എവിടെ? നാടകസമിതിയിലേക്ക് പോയിരിക്കുക. ശങ്കരേട്ടനോ? അച്ഛനും പുറത്തു പോയിരിക്കുക. ആ, വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ വരട്ടെ. അല്ല മുരളി ഒന്നും കഴിക്കാതെ? അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. ആ ഗോപു ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുവിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി? എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്തൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായും ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം. ആ, ശങ്കരൻ നായരെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആരാന്ന് പറഞ്ഞില്ല. ആ, എന്താ അച്ചു ഇവിടെ? മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണോന്ന്? അല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ, അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. മരുമകളെ തലയിൽ എടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? വാ, നമുക്ക് വീട്ടിൽ പോയി. ഞാനിനി ഇല്ല അങ്ങോട്ട്. ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല. ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു, കണ്ടു. ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു. ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും. എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോകാറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല. അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു. ആൺകുട്ടി. എപ്പോ? ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളത് അറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവൻ അറിയിക്കാൻ മനസ്സുണ്ടായില്ല. അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും. വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളതാണ് ഞാൻ.
എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? രണ്ടാളുടെയും കാര്യം നീ നോക്കണ്ട. ഒന്നിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ. ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ? എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം. പൊയ്ക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്. എന്നാലും അവക്ക് എന്ത് തോന്നും? അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല. അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. മോനെ, നമുക്ക് പോയി മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. എന്തിന്? മോനെ അച്ഛനെയും അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോടെന്ത് തെറ്റാ ചെയ്തത്? എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട്